ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഓണമൊക്കെ ഉടൻ വരെയായി. നമ്മുടെ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് ഇഞ്ചിക്കറി. ഞാൻ ഇന്ന് കോട്ടയം സ്റ്റൈലിലുള്ള ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് കാണിക്കും. ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 200 ഗ്രാം ഇഞ്ചിയാണ്. അത് ക്ലീൻ ചെയ്ത് ഈ കനത്തിൽ കട്ട് ചെയ്തതാണ്. ഇങ്ങനെ വട്ടത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഒരു തേങ്ങയുടെ ഒരു മുറി ഭാഗമുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡ് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ചെറിയതായിട്ട് നമ്മൾ കൊത്തിയൊക്കെ ഇടുന്ന പോലെ ആ രീതിയിൽ കട്ട് ചെയ്തിരിക്കുന്നതാണ്. ഒരു പാനിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഇഞ്ചി കട്ട് ചെയ്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ആ ഇഞ്ചിയുടെ ആ കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടും. പിന്നെ ഇഞ്ചി ഇത് നമ്മളിനി വറക്കുമ്പോൾ ആ പശയൊക്കെ ഒന്ന് പോയി കിട്ടാനും ആ ഇഞ്ചിയുടെ കുത്തൊക്കെ ഒന്ന് പോകാനാണ്. ഒരു 2 മിനിറ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഇഞ്ചി ഇട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കത് ട്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളത് എണ്ണയിൽ ഫ്രൈ ചെയ്യണേ. പിന്നെ ഇഞ്ചി ഇട്ട വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി അത് ട്രെയിൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് നാറാൻ വേണ്ടി വെക്കണേ. നമുക്കിനി ഇത് എണ്ണയിൽ വറുത്തെടുക്കാൻ വേണ്ടിയാണേ. ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കാമേ. തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ആ സെയിം എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. എല്ലാവരും പല രീതിയിലായിരിക്കും ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ്. എൻ്റെ അമ്മച്ചിയൊക്കെ ഈ രീതിയിലാണ് ഉണ്ടാക്കി ഞാൻ കണ്ടിരിക്കുന്നത്. അത് അമ്മച്ചിയൊക്കെ സദ്യയൊക്കെ ആണെങ്കിൽ അതിനൊരു 2 ദിവസം മുന്നേ ഇഞ്ചിക്കറി ഉണ്ടാക്കി വെക്കും. എന്നാൽ ആ സദ്യക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ എന്താണെങ്കിലും ഒരു ദിവസത്തിന് മുൻപ് ഇത് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇഞ്ചി നമ്മൾ ഈ പരുവത്തിൽ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് തണുക്കാൻ വെക്കാം. വെച്ച ഇഞ്ചി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്തും ഇടണേ. ഇതൊന്ന് ഡ്രിന്നൊന്ന് വെച്ചിട്ട് നമുക്ക് തേങ്ങാക്കൊത്തൂടി ഇടാവേ. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത പോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തൂടി ഇനി മിക്സിയിലൊന്ന് ഡ്രിന്നൊന്ന് വെച്ചെടുക്കാം. അരച്ചിട്ടില്ല, അങ്ങ് പൊടിച്ചെടുത്തിട്ടേ ഉള്ളേ. നമുക്കിപ്പോൾ ആ കടിക്കാൻ തേങ്ങാക്കത്തൊക്കെ കിട്ടും. അത് നല്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ തേങ്ങാക്കൊത്ത് കടിക്കുന്നത്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വറുത്ത എണ്ണയിൽ തന്നെ വേറെ എണ്ണ ഒഴിക്കേണ്ട, ആ സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പാൻ വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്കിനി ഒരു ചെറിയ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടും 2 വറ്റൽമുളക് കട്ട് ചെയ്തതുമാണ് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണേ. പച്ചമുളകൊക്കെ ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഇപ്പം തീർത്തും കുറച്ച് കൊടുത്തു. ഫ്ലെയിം ഓഫാക്കിയാലും കുഴപ്പമില്ല. ഓഫാക്കിയത് 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, 1/4 സ്പൂൺ കായപ്പൊടി. ഫ്ലെയിം ഓണാക്കി തീ കുറച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഇപ്പം നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഈ പൊടിച്ചു വെച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും തേങ്ങാക്കൊത്തും പൊടിച്ചത് ഇപ്പം നന്നായിട്ട് ആ ഗ്രേവി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു നാരങ്ങയുടെ വലിപ്പമുള്ള വാളൻപുളി ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്ത ജ്യൂസാണിത്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പുളിവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ശർക്കരയുടെ പീസ് പൊടിച്ചതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഈ കളർ ശർക്കരയുള്ളത്. നല്ല കറുത്ത ശർക്കരയാണ്, നല്ല അതാണ്. പുളി പിഴിഞ്ഞ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കാണും. കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഇനി വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാവേ. ശർക്കരയും പുളിയും ഒക്കെ പിഴിഞ്ഞ് നല്ലൊരു കളറായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് ഇതൊരു 20 മിനിറ്റ് എങ്കിലും ആ ചെറു തീയിൽ കിടന്ന് ഇതിൻ്റെ ആ എണ്ണയൊന്ന് തെളിയുന്നത് വരെ
നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് മൂടി വെച്ച് കൊടുക്കാവേ. നമ്മൾ ഇഞ്ചിക്കറി എന്ന് പറയുന്നത് ചെറിയ മധുരം, എരിവ്, പുളി എല്ലാം ഉള്ളൊരു കറിയാണ്. നമ്മൾ ഇലയിൽ ഒഴിച്ചാൽ അത് ഒഴുകി പോകാത്ത പോലെ ഇരിക്കണം. അതുപോലെ നമുക്കിതൊന്ന് വറ്റിച്ച് അതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇഞ്ചിക്കറി ഇപ്പം നല്ല എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല പാകത്തിനുള്ള കുറുക്കമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കുമ്പോൾ ചെറുതായിട്ട് ഒന്നും കൂടെ കുറുക്കുവേ. നമ്മൾ ഇലയിൽ ഒഴിച്ചാൽ ഒഴുകിപ്പോകാത്ത പോലെ ഇരിക്കും. ഇതിൻ്റെ ഉപ്പും പുളിയും മധുരവും എല്ലാം പാകമായിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് ആ തേങ്ങാക്കൊത്തൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഇലയിൽ ഒഴിക്കുമ്പോൾ ഒഴുകിപ്പോകാതെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.